ഹലോ, അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് പോയപ്പോൾ ഞാൻ എടുത്ത ക്ലിപ്സ് എല്ലാം കൂടി ഒരു വ്ളോഗായിട്ട് എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ പോയ സ്പോട്ട് ഇല്ലിക്കൽ കല്ല്. എല്ലാവർക്കും അറിയായിരിക്കും, കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട മൂന്നിലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തു നിന്ന് ഒരു 56 കിലോമീറ്ററോളം ദൂരമുണ്ട്. പാലയിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു 30 കിലോമീറ്ററോളം ദൂരമുണ്ട് അവിടേക്ക്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് ജസ്റ്റ് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വരെ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ പോകും. അവിടുന്ന് നമ്മളൊരു പാസ് എടുക്കണം. ഒരു 50 രൂപയ്ക്കുള്ളിൽ വരുന്ന പാസ്സാണ്. അത് എടുത്തിട്ട് നമുക്ക് അവിടുന്ന് ജീപ്പിൽ ഒരു 2 കിലോമീറ്ററോളം ഒരു ബേസ് വരെ പോകാം. അത് കഴിഞ്ഞ് വ്യൂ പോയിന്റ് കാണാൻ എന്തായാലും നമ്മൾ നടന്ന് തന്നെ പോകണം. അതുപോലെ ഈ ബേസ് വരെ ജീപ്പിൽ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് നടന്നു പോകാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും വ്യൂ പോയിന്റിലോട്ട് കയറാൻ നമ്മൾ നടന്ന് തന്നെ കയറണം. അപ്പോൾ ഇപ്പോഴേ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജീപ്പിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. പോകുന്നതും തിരിച്ചും നമുക്ക് ജീപ്പിൽ തന്നെ വരാൻ പറ്റും. അവിടെയാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് വരുന്നത്. ഇല്ലിക്കൽ കല്ലിൽ 3 റോക്സാണ് മെയിനായിട്ടുള്ളത്. ഇത് നമ്മുടെ സീ ലെവലിൽ നിന്ന് 3400 അടി മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയും ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. പക്ഷേ അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു നമ്മൾ വ്യൂ പോയിന്റിൽ കയറിയ ടൈമിൽ. വ്യൂ പോയിന്റിലോട്ട് കയറുന്ന ഇറങ്ങുന്ന ഭാഗം കുറച്ച് പാടാട്ടോ. ഒരു വലിയ കുഴപ്പമില്ലാത്ത സ്ഥലം വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അല്ലാതെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല പാടാണ്. ശ്രദ്ധിച്ച് വന്നില്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കോടയായി കേട്ടോ. എന്നിട്ട് നമുക്ക് ആ കല്ലൊന്നും കാണാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്ത പോയത് ഇലവീഴ പുഞ്ചിറ കാണാനായിട്ടാണ്. അവിടെ മെയിനായിട്ട് 3 സ്പോട്ടാണ് ഉള്ളത്. അവിടെ തന്നെ നമുക്ക് ജീപ്പ് സർവീസ് ഉണ്ട്. അവരുടെ കൂടെ പോകണമെങ്കിൽ അവർ നമുക്ക് 3 സ്പോട്ട് കൊണ്ടുപോയി കാണിച്ചു തരും. അവിടെ ഒരു ചെറിയ രീതിയിൽ ട്രക്കിംഗ് പോലൊക്കെ ഉണ്ട്. അങ്ങനെ വേണം നമുക്ക് 3 സ്പോട്ടിലോട്ട് ചെല്ലാം. ഫസ്റ്റിലെ ഒരു ഗുഹ പോലെ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഗുഹ പോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വെച്ചാൽ ഒത്തിരി വലിപ്പമൊന്നുമില്ല. ജസ്റ്റ് കയറിയിട്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിലോട്ട് ഇറങ്ങി വരണം. അത് കാണാൻ വേണ്ടി പോയതാണ് ഇത്. അവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അവിടുത്തെ ലാസ്റ്റ് സ്പോട്ട് ഇലവീഴ പുഞ്ചിറ വ്യൂ പോയിന്റ് കാണാനായിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ വ്യൂ അത് പറയാതിരിക്കാൻ വയ്യ. ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ ആയിരുന്നു. അവിടുന്ന് ഒരു ഡാമിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. അതെന്തായാലും മിസ്സാക്കരുത്. അടിപൊളിയാണ്. അതുപോലെ സിനിമ കണ്ടവർക്ക് അറിയായിരിക്കും ഈ ഭാഗമൊക്കെ. ആ ഇലവീഴ പുഞ്ചിറ എന്ന് പറയുന്ന മൂവി ഷൂട്ട് ചെയ്ത ഭാഗമാണല്ലോ. ഞാൻ സിനിമ കണ്ടിട്ടില്ല. എനിക്കതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. എന്നിട്ട് നമ്മൾ അവിടുന്ന് തൊട്ടടുത്ത് തന്നെ വാഗമൺ, കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരുപാട് ദൂരമൊന്നും ഇല്ല. നമ്മൾ നേരെ വാഗമണിൽ പോയി. വാഗമണിൽ പിന്നെ പറയണ്ടല്ലോ, മെയിനായിട്ട് മൊട്ടക്കുന്ന്, അത് കാണാനായിട്ടാണ് നമ്മൾ പോയത്. എൻട്രൻസിലോട്ട് ചെന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി കാറ്റും കോടമഞ്ഞും, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പോയില്ലായിരുന്നു ശരിക്കും മിസ്സാനെ. ഇത് നമുക്ക് എപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ നല്ല കോട കാണും എന്നൊക്കെ. ഇത് പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും അത്രയും ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പുറത്ത് നിന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഒരു മഴയുടെ കാലാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അത്ര കാറ്റെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവിടുന്ന് ഒത്തിരി നേരം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നല്ല മഴയും ചെറിയ ഇടിയുടെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവർ എല്ലാം ഇറങ്ങാൻ പറഞ്ഞു. അതുകൊണ്ട് ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല.
എന്നിട്ട് നമ്മൾ നേരെ പൈൻ വാലിയിൽ വന്നു കേട്ടോ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് പൈൻ വാലി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈൻ വാലി. പക്ഷേ അവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ 1 ഡേ ട്രിപ്പായിരുന്നല്ലോ. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് ഇരുണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര വെട്ടമൊന്നും ഇല്ലായിരുന്നു അവിടെ. പക്ഷേ അവിടെ നല്ല ഭംഗിയായിരുന്നു. എനിക്ക് എൻ്റെ ഫേവറേറ്റാണ് പൈൻ വാലി.